ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? ചൊറിഞ്ഞു പിടിച്ച് കുത്തിരിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ വരട്ടെ, വർക്കുണ്ട് ചെയ്യാൻ. മാമൻ ഇല്ല, മാമനോട് വാങ്ങാൻ പറഞ്ഞു. മാങ്ങ കണ്ണേ ഞാൻ ഉറങ്ങി. ഹലോ, ഹായ്. അനിയത്തിപ്രാവ് പറയുമ്പോലെ ഹലോ. ഐശ്വര്യ, കുറേ ആയല്ലോ മോളെ കണ്ടിട്ട്, എവിടെയാണ്? തീരെ ഇപ്പോൾ ഓൺലൈനിൽ വരുന്നില്ലല്ലോ ഞാൻ. ഹായ്, സുഖാണോ? അതെ. പലർക്കും എൻ്റെ ലൈവ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. സെയിം ടു യു. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല എങ്കിൽ പോലും എനിക്കും തിരിച്ചിഷ്ടമാണ് കേട്ടോ. ഐ സിസു. ട്രിപ്പ് പോയി കളിക്കാല്ലേ? ഞാൻ ഇന്ന് കുറേ നേരമായി ഐശ്വര്യ വിചാരിക്കുന്നു. ഭയങ്കര ബോറടി, സമയം പോണില്ല, ദിവസവും പോണില്ല. അപ്പോൾ ഒരു ട്രിപ്പ് പോയാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നല്ലേ. ചിരിയുടെ പുറകിൽ, ആരുടെ ചിരിയുടെ പുറകിലും സങ്കടങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ലൈഫ് പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? നമ്മൾ സങ്കടങ്ങൾ ആരോടും പറഞ്ഞിട്ട് നമുക്ക് ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ സാരല്ലടാന്ന് പറയുന്നവന് ഇപ്പുറത്ത് പോയി അവൾ കുത്തിയിരുന്ന് കരഞ്ഞേ എന്ന് പറയും. നേരെ മറിച്ച് നമ്മുടെ ചിരിയാണെങ്കിൽ, എത്ര പേര് നമ്മുടെ കൂടെ ചിരി, ഞാൻ ഗുളിക കുടിച്ച് കിട്ടോ. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന ഈ ആരാണ് ഈ SK? SK എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഇഷ്ടപ്പെടാത്ത പേര്, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മളെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഒരാളെ സന്തോഷിപ്പിച്ച് നോക്കൂ, അവരുടെ സങ്കടം കൂടി അതിൽ മാറിപ്പോവും. ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ വയ്യാതെ കുത്തിരിക്കുക. അപ്പോൾ രണ്ട് സ്ത്രീകൾ എന്ന് പറയാം, എൻ്റെയൊക്കെ ഒരു ഏജ്, നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, അവരെ ഞാൻ ചെറുതാക്കി കാണുന്നല്ല. അവരിങ്ങനെ ടെൻഷൻ അടിച്ച് എന്താക്കുക, ഒരു ആദി പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? മുക്കുവണ്ടം മണയം വെച്ചു എന്നല്ല. ഞാൻ ചോദിച്ചു നിങ്ങളാണോ വെച്ചാൽ? അല്ല, വേറെ കുറച്ച് മറ്റക്കാർ ചതിച്ചതാണ്, മുക്കുവണ്ടം ഞങ്ങളേക്ക് ടേക്ക് ഓവർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അവരാകെ ആദ്യമായിട്ട് നിൽക്കുക. അപ്പം ഏട്ടത്തിയുടെ മോനുണ്ടായിരുന്നു. അപ്പോൾ ഓന് കുറച്ചെന്നല്ല, കുറച്ച് തല്ലും പിടിയൊക്കെ ഉള്ളൊരു ആളാണ്. അപ്പോൾ അവന് 2-3 ദിവസം സെൻട്രൽ ജയിലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇത് മോശമായിട്ട് പറയണ. അപ്പോൾ ആൺകുട്ടികളായാൽ തല്ലും പിടിയും കൂടും, പെണ്ണ് കേസൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് അസലായിട്ട് പറയാം. അപ്പോൾ അവിടുത്തെ SI ആണ് അവനെ ഇത് സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ SIനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇവനിങ്ങനെ പറയാം, മിണ്ടൂല ഞാൻ അയാളോട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് തന്നെ, ഇവൻ്റെ കളികൾ കണ്ടില്ലേ, കുറച്ച് നേരം ഇത് കണ്ടു, നീ ചിരിച്ചോ, ആ ടെൻഷനൊക്കെ ഒന്ന് പോവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ടെൻഷനൊക്കെ നമ്മൾ ആരുടേതും സന്തോഷം പങ്കുവെക്കുന്നതിനെക്കാട്ടിലപ്പുറം സങ്കടം പങ്കുവെക്കരുത് ഗൈസ്. ആരും ഉണ്ടാവില്ല. എനിക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പം സത്യം പറയാച്ചാൽ ഞാൻ നേലിനെ പോലും നോക്കി, അതിനെപ്പോലും കണ്ടില്ല. കാരണം 2 ദിവസം ICUവിൽ ബെഡിലായിരുന്നു. എങ്ങനെ നേലിനെ കാണാനാണ്? ഞാൻ എണീച്ച് തിരിഞ്ഞു നിൽക്കാൻ പറ്റൂലല്ലോ, നമുക്ക് പമ്പ് ഇട്ടിക്കല്ലോ. അതുകൊണ്ട് നേലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ആ പല്ല് കണ്ടാൽ എന്താണ് അറിയാവുന്നത്? അതോടെ ഒന്ന് പറയുമോ? ഒന്ന് പോടി, എവിടേക്കാ പോകണ്ടേ? അതോടെ ഒന്ന് പറയാവോ? ഹലോ, മക്കളെ കാണിക്കാത്തത് നിങ്ങൾക്കറിയൂലേ? ഞാൻ തീക്കൊള്ളി കൊണ്ട് ചൊറിയുന്ന ഒരാളാണ്. എന്തിനാ എൻ്റെ മക്കളെയും കൂടി അതിലേക്ക് പെടുത്തുന്നത്?
അണ്ണാച്ചി എൻ്റെ അമ്മാവെ അരുണിൻ്റെ കല്യാണം ജൂൺ 31. ഗുഡ് നൈറ്റ് പറയാനൊക്കെ ആയോ? 9 മണിയായി. എനിക്കെപ്പോഴോ സമയമായി. എൻ്റെ ലൈഫ് തകർത്തോൻ്റെ പേരാണ്. എൻ്റെ ലൈഫ് തകർത്തോൻ SK എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. നമ്മൾ ലൈഫിലൊരിക്കൽ ഒരാളെ ഒരുപാട് വിശ്വസിച്ചിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്ത് പോകുന്നൊരു വ്യക്തി എന്ന് പറയുന്ന, അങ്ങനെ തന്നെ പറയാം ആ നാറിനെ പറ്റി. അപ്പോൾ അവന് SK KRS എന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞാൽ അറിയാം. അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന പേര്. പറ്റുമെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആ SK എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒന്നുണ്ട്. എൻ്റെ വിഷ്ണു അരുണിനോട് ഒക്കെ നമുക്ക് നേരാന്നേ. അതാ തീക്കുള്ളി കൊണ്ട് ചൊറിഞ്ഞാൽ പൊള്ളും. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മുമ്പൊക്കെ ആണെങ്കിൽ മുസ്ലിം മതസ്ഥര് മാത്രമേ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ എന്ന് പറയാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഹിന്ദു മതസ്ഥരും എഗെയിൻസ്റ്റാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളാ എന്നോടുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം കുട്ടികൾ. അപ്പം ഇവരൊക്കെ മുമ്പിൽ എൻ്റെ കുട്ടികൾ പെട്ടാൽ അവർ കടിച്ചു കീറും എന്നുള്ളത് ഉറപ്പല്ലേ. ആശയ്ക്ക് ഒരു ഹായ് പറയാമല്ലോ. ഹായ് ആശക്കുട്ടി. JSK വേണ്ട, JS എന്നിട്ടോ. അല്ലടാ, എനക്ക് എന്നോട് മോപ്പത്താണോ? ആണേ പറയേ. മക്കൾ എത്രയിൽ പഠിക്കുന്നു? മോൻ 9ലേക്ക്, മോൾ 6ലേക്ക്. ജസ്നയാണോ? അല്ല, ജസ്ന പറയണം കേട്ടോ. ഓ പറയാം, അതിനൊക്കെ ഓരോ അവസരം ഉണ്ടാവേ. എന്തായാലും ഡേറ്റ് നമ്മൾ പബ്ലിക് ആക്കും, അപ്പം നിങ്ങൾക്ക് പറയാം. എടാ SK കെട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കെട്ടിയവനും മക്കൾ സമ്മതിക്കൂല നീ, അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അക്ഷയ്ക്ക് എന്നാ പറഞ്ഞ, അക്ഷയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ താങ്ക് യു. എടാ ഐശ്വര്യ, അരുണിനെ കാണുന്ന സമയത്ത് മൂക്ക് കുത്തിച്ചതിൻ്റെ ചിലവ് വാങ്ങിക്കോളാം കേട്ടോ. എന്നോട് 3000 രൂപ മേടിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു മൂക്ക് കുത്താൻ കൊണ്ടുപോയത്. കൈയും കാലും പിടിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അപ്പം എങ്ങനെ നോക്കിയാലും സമ്മതിക്കൂലെന്ന് പറഞ്ഞു. അവിടേക്ക് ഞാൻ 5000 രൂപ തന്നെ. അപ്പം വിൽക്കും തോന്നിയപ്പോൾ പിന്നെ നേരെ 3000 ആക്കി. അവന് 3000 കൊടുത്ത് മൂക്കുത്താൻ 800 രൂപയും. എന്നാലും ആ ടാറ്റു സെൻ്റർക്കാർ വല്ലാത്തൊരു സെൻ്റർക്കാരാ. കുറച്ച് നേരം കൂടി ഇരിക്കണമല്ലാതെ ചേച്ചി, ഞാനൊരു 10 മിനിറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ടാറ്റു സെൻ്ററുകാർക്ക് ഞാൻ കൊളാബ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 10 രൂപ പോലും അല്ല കുറച്ചിട്ടില്ല. വീഡിയോ അങ്ങ് ഹൈപ്പ് കയറിപ്പോവുകയും ചെയ്ത്. ബംഗാളിയാടേ, ബംഗാളികൾ ഇത് പണ്ടേ കേൾക്കുന്നൊരു സംഭവമാണ്. ആരെങ്കിലും ഒരാൾ മുടി ചോപ്പിച്ചെന്ന് കേട്ട അപ്പേക്ക് പറയും ബംഗാളിയെ പോലെ ഉണ്ട്. പിന്നെ കഷ്ട പിള്ളേരെ. ഇത് ഏതാ? ഇത് ഞാനാ, ഞാൻ ആഭരണങ്ങൾ നിങ്ങൾ കാണാൻ നല്ല ഭംഗി. നല്ല മേക്കിംഗ് ചാർജ് കൊടുത്തിട്ടാ മേടിക്കുന്നത്, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഗോൾഡ് ഇട്ട് ഞാൻ ആ കുട്ടിയ പയ്യൻ പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് ഇത് മാറ്റാൻ പറ്റൂല. എനിക്ക് മറ്റേത് വളരെ ബോറായിട്ട് തോന്നി. ലേത ചേച്ചി, ഞാനേ വരച്ചു ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഇങ്ങനെ റീല് കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ണ് വേദന എന്നൊരവസ്ഥയിലായി. ഇത് അല്ലാതെ നിന്നാൽ ഞാൻ ഇട്ട് കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പം പിന്നെ ഓൺലൈനിൽ വന്നതാ, അത് ഉണങ്ങാൻ വെച്ചിട്ട് ഫാനും ഇട്ടിട്ട്. ദേ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു ആശാൻ കുത്തിരിക്കുന്നുണ്ടോ? ഇത് ഇന്ന് പൂർത്തീകരിക്കണം എന്ന് വിചാരിച്ചു സംഭവമാണ് ചേച്ചി. എനിക്ക് നല്ല പണിയാണ് നമ്മുടെ മഴ തന്നത്. മഴ പെയ്തപ്പം എൻ്റെ വർക്ക് നിന്നുപോയി.
അപ്പോൾ അതിന് കുത്തിരിന് എനിക്ക് ഭയങ്കര ടെൻഷൻ. നാളെ കൊടുക്കും കേട്ടോ, ഞാൻ നാളെ കൊറിയർ ചെയ്യും. വളരെയധികം ടെൻഷൻ. ഞാൻ അവരോട് പറഞ്ഞു. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാ മെസ്സേജ് അയച്ചത്? എടാ പോയ മെസ്സേജ് സെക്കീർ സജു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ റോഡ് വന്ന് കിടന്നിട്ട് പട്ടി കുരയ്ക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? എന്താ നിങ്ങൾ പട്ടി കുരയ്ക്കുന്നത് പറഞ്ഞിട്ട് തിരിച്ച് പട്ടിയോട് കുരയ്ക്കാൻ പോവോ? ആരേലും പോവോ? അത്രമാത്രമേ ഞാൻ ആ സ്ത്രീയെ കാണുന്നുള്ളൂ. അവർക്ക് പറയാനുള്ളത് അവരുടെ സംസ്കാരം അവർ വിളമ്പിക്കോട്ടെ. ഞാനതിനെ പ്രതികരിക്കാൻ പോയിട്ടല്ലേ കാര്യമുള്ളൂ. അവർ പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. അവർക്കറിയാം ജസ്ന സലീം എന്നുള്ള ഹാഷ്ടാഗും ജസ്ന സലീം എന്നുള്ള പേരും അവർക്ക് പബ്ലിസിറ്റി കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് മിസ്യൂസ് ചെയ്യുന്നതാണ് കുറേ ലെവലുമാരിത്. അവർ ഒന്നുമില്ല, ഒരു അരി മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ? പണ്ട് ഉണ്ണി മുകുന്ദൻ സായിനെ പറ്റി പറഞ്ഞതിൻ്റെ അതിൽ 1 മണി അരിക്ക് വേണ്ടിയിട്ടല്ലേ? അവർ പറഞ്ഞോട്ടെ. നമ്മളെ കൊണ്ട് അങ്ങനെയെങ്കിലും പറ്റുന്നുണ്ടല്ലോ. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഒരു വകുപ്പാവാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. അതന്നെ നല്ല കാര്യം. അത്രമാത്രം ചിന്തിച്ചാൽ മതി. എൻ്റെ മൂക്കിൽ കുറച്ചോ കൂടുതൽ. എൻ്റെ മൂക്കല്ലേടാ, എൻ്റെ ജീവിതമല്ലേ. ഇജ്ജെന്തിന് നോക്കുന്നു പോയാ? ഞാൻ മക്കളെ ഒന്നും വരയ്ക്കാറില്ല ഫാത്തിമ. ആ ചേച്ചി വെറും കാർബൺ കോപ്പിയാ. അരുണ പറഞ്ഞ് ചിരിക്കും. ചില റീലെടുത്തിട്ട് അരുൺ എനിക്ക് പോസ്റ്റ് ചെയ്ത് ചേച്ചി, എന്നിട്ട് ഇങ്ങനെ പറയാ ചിരിച്ചാ കൊല്ലും നിന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്തോട്ടെ, വയസ്സാം കാലത്തുള്ള ആഗ്രഹമല്ലേ, നടക്കട്ടേനെ. മോളെ സുഖാണോ? അതേ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഓക്കെ ആയോ? ഞാൻ ഓക്കെ ആണ്. കുരയ്ക്കാത്ത പട്ടികൾ എനിക്കറിയില്ല എസ്കെ. എൻ്റെ അറിവിൽ എല്ലാ പട്ടികളും കുരയ്ക്കും. എടാ മുന്തിരിത്തോപ്പ് ഇവിടെ ഇല്ലടാ. വല്ല വായത്തോപ്പ് വേണേ ഇവിടെ ഉണ്ട്. നീ അടക്കം എല്ലാവരും വായകളാവും. അപ്പോൾ നമസ്തേ പാലക്കാട്. എന്തുവാ FM? നമസ്തേ കോഴിക്കോട്. മൂക്കുത്തിക്ക് എന്താ വില? എൻ്റെ പൊന്നും മോനെ, മൂക്കുത്തി വാങ്ങാൻ 3000 രൂപ ആയാലും മൂക്ക് കൂട്ടാൻ 800 രൂപ. കഷ്ടം തന്നെ. അരുണിൻ്റെ വണ്ടി ബാക്കിയെന്തേ? എവിടെയാ സ്ഥലം? ഇവിടൊക്കെ തന്നെയാ. ഈലോ കൽക്കി തന്നെയൊക്കെയുള്ള ആള് തന്നെയാടോ ഞാന്. ഞാനതിന് അഭിപ്രായം പറയാൻ വരുന്നില്ല ലത ചേച്ചി. പറഞ്ഞാൽ ശരിയാവും. നമ്മളൊരാളിനെ ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വരയ്ക്കുന്ന കണ്ണനെ പോലെ ആവണേ 7 ജന്മം ജനിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ കണ്ണനെക്കുറിച്ച് പലരും പല കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ചിന്തിക്കാതെ ഒരാളുടെ കഴിവാണ് അവർ പറയുന്നത്, കുറ്റം പറയുന്നത്. ഒരാളെ കഴിവിനെയും നമുക്ക് ഇപ്പം ആക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഒന്നും വേണ്ട, രേണു സുധിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ മാക്സിമം കൊടുക്കുന്നുണ്ട്. അതാണ് ആ കുട്ടിയുടെ വിജയം. അതേപോലെ ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോക്ക് കുറ്റം പറയുന്ന പോലെ അവർ പറഞ്ഞോട്ടേന്നേ. പിന്നെ വേറൊരാൾ ചോദിച്ചിട്ട് മൂക്ക് കുത്തിയിടും വേദന ഉണ്ടോയെന്ന്. ഇത് വേറൊരു മറുപടി കൊടുത്തു പോയത്. മൂക്ക് കുത്തുമ്പം പൊതുവേ ഞാൻ മൂക്കും ഇത്രമേൽ കാതും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മറ്റേ വേദനയില്ലാത്ത ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ കാതൊക്കെ കുത്തിയത്. അപ്പോൾ മൂക്ക് കുത്തിയത് ഇവിടെ അങ്ങനെ ഗണ്ണ് ഉപയോഗിച്ച് പറ്റൂലല്ലോ, തട്ടാനും കുത്താൻ പറ്റൂല. ഒന്നെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ടാറ്റൂ സെൻ്ററുകാർ, ഇവരാണ് കുത്തുക. അപ്പോൾ അവർ നമ്മൾ നീഡിലുണ്ടല്ലോ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, ആ നീഡിൽ വെച്ചിട്ടാണ് ഇവർ കുത്തുക. പക്ഷേ അവർ ജസ്റ്റ് ഒന്ന് നമുക്ക് തരിപ്പിച്ചാണ്, ഒരു ഇത് വെച്ചൊരു തരിപ്പ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഇവിടെ മൂക്കിൻ്റെ പാലല്ലേ പോയില്ലേ.
അതന്നെ ചേച്ചി, രേണു സുതി ആയാലും ആര് തന്നെ ആയാലും ഇപ്പം ലത ചേച്ചി ആണെങ്കിലും ലത ചേച്ചിനോട് ഞാൻ അങ്ങനെ നടക്കരുത് ഇങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേച്ചിയെ? ചേച്ചിക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിനാണ് ജീവിതം. എനിക്ക് ഇതിപ്പോൾ മൂക്ക് കുത്തി ഞാൻ എൻ്റെ കാക്കനോട് ചോദിച്ചിട്ടില്ല കേട്ടോ, ചോദിച്ചാൽ സമ്മതിക്കൂല. ഇത് തന്നെ മൂക്ക് കുത്തിയിട്ട് ഒരു വരത്തിന് എൻ്റെ മൂക്ക് ഊരിച്ചിട്ടാണ് പോയത്. പിന്നെ മൂക്ക് ഇവിടെ ഒരു പാട് മാത്രമായപ്പോൾ പ്രൈം മിനിസ്റ്ററെ കാണാൻ എനിക്ക് എല്ലാം ശരിയായ സമയത്ത് ഇവിടെ ഒരു ജസ്റ്റ് ഒരു മൂക്ക് കുത്തിയതിൻ്റെ ഒരു പാട് മാത്രമല്ലേ എന്ന് കരുതിയിട്ട് ഞാനും അരുണോട് അവിടെ മറ്റേ കല്യാണിലാന്ന് തോന്നുന്നു, അല്ല കല്യാണിലോ ജോയാലിക്കാസിലോ കണ്ട് പോയിട്ട് ഒരു ചെറിയൊരു ഡയമണ്ട് ചെറിയൊരു സ്റ്റോണില്ലേ, ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലുള്ളൊരു സ്റ്റോണ് വാങ്ങിയിട്ട് അവിടെ തട്ടാൻ എനിക്ക് കുത്തി തന്നതാണ്. പിന്നെ രണ്ടാമത് ആ ഹോൾസിലെടുത്ത് അത്രമേൽ ചെറുതായിരുന്നു. പിന്നെ ഓരോരോ ഷോപ്പ് പോയിട്ട് മൂക്കുത്തി കണ്ട് അങ്ങനെ ഇഷ്ടമായി, അങ്ങനെ മേടിച്ചിട്ട് ഇട്ടതാണ്. അപ്പം ഇത് കുത്താൻ ചോദിച്ചാൽ എന്തായാലും സമ്മതിക്കൂല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിക്കാൻ നിന്നില്ല, കുത്തിയിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പം പിന്നെ ഒന്നും പറയൂലല്ലോ, അങ്ങനത്തെ ഒരാളാണ് ഞാൻ ചിന്തിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്കൊരു ലൈഫേ ഉള്ളൂ. ആ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ മാറ്റി മറിക്കുന്നത്? നല്ല നമ്മൾ ഡ്രസ്സ് ഇടുക, മൂക്കുത്ത്, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് നമ്മൾ നോക്കിയാൽ മതി. എനിക്ക് ഇതുവിടെ എന്നെ ഫോട്ടോ എടുക്കാനോടെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുത്തതല്ലേ അത് ചേച്ചി? ആ എന്നോട് വാട്സപ്പ് ചെയ്യാൻ മറന്നുപോയി. അടിപൊളിയാ, ഒരു പർപ്പിൾ കളറ്, നല്ല അടിച്ചുപൊളി. അന്ന് ഞാനായിരിക്കില്ല അത് ചേച്ചി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക, ഞാൻ അല്ലാതെ വേറെ ആര് നിൽക്കാനാ? കല്യാണപ്പെണ്ണ് പോലും ബേക്കിലായിരിക്കില്ല അത് ചേച്ചി. അമ്മാതിരി അതെന്താ വെച്ചാൽ ഞാനും എൻ്റെ കകയും നമ്മൾ അടി കൂടിക്കേ നമ്മളെ ഇതിന് നെറ്റാണ്, പോരാത്തതിന് ബാക്ക് ട്രാൻസ്പെറൻ്റ് ആണ് മറ്റേ നെറ്റ് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ മക്കനെ കുത്തി ഫുൾ കൈ ഇടുന്ന ആൾക്കാരാണ്. ഇവരുടെ ഇടയിൽ കൂടി ഞാൻ ഇതിട്ടുണ്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം ഞാൻ പറഞ്ഞു തലേന്നൊക്കെ ഞാൻ നല്ല ദീനിപരമായിട്ടാണ്, പക്ഷെ പിറ്റേന്ന് ഞാൻ പറഞ്ഞു എല്ലാവരെ കൊണ്ടും ഞാൻ പറയിപ്പിക്കുക. എന്തിനാ ജെസ്സിയെ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്നേ? ആ ഡ്രസ്സ് മാറ്റി എന്ന് തന്നെ മാറ്റൂല, കൊന്നാലും മാറ്റൂല. ഞാൻ 2-3 റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു പച്ച ഡ്രസ്സ്, ഒരു റോസ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷെ റോസ് സെയിം സാധനം വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട്, ഗ്രീനും അത് തന്നെയാണ്, ഒരേ പാറ്റേൺ വർക്കാണ്. ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു മോഡലാണ്. ലത ചേച്ചിക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. അന്ന് ഞാൻ അടിച്ചു പൊളിക്കില്ല ലത ചേച്ചി. ലത ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നേ സുഖമായി കേട്ടോ. സുരേഷ് ഗോപിയാണോ ഉദ്ദേശിച്ചത്? സുരേഷ് ഗോപിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കല്യാണം പറയാൻ. പറയണല്ലോ നമ്മള്. റഷീദെ ഞാൻ എണ്ണിയില്ലടാ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നിൻ്റെ ഉമ്മയും ഞാനും സെയിമാ. ഞങ്ങൾ രണ്ടാളും എത്ര ആളാണോ അത് കറക്റ്റാണ്. കാരണം നിൻ്റെ ഉമ്മയുണ്ടായിരുന്നു ഒരു സമയത്ത് എൻ്റെ കൂടെ. ആരുടെ കല്യാണം പറയുന്നുണ്ട്, ആരുടെ കല്യാണമെന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ജസ്റ്റ് ഒരു ടോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് കല്യാണ മുടക്കികളെ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഈ കവലയിലൊക്കെ നിന്ന് കല്യാണം മുടക്കുന്ന ആൾക്കാർ. സന്തോഷോ? അതാരാ ചേച്ചി സന്തോഷ്? അറിയില്ല. പിന്നെ കവലയിലൊക്കെ നിന്നിട്ടായിരിക്കും പണ്ടുള്ള ആൾക്കാരൊക്കെ കല്യാണം മുടക്കാൻ നിൽക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ കല്യാണം ഉണ്ടെന്ന് കേട്ടാൽ ആ നാട്ടിലേക്ക് വിളിച്ചു ചോദിക്കുക ഓനെടുന്നാ പെണ്ണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരുണിൻ്റെയോ ഷാനുവിൻ്റെയോ കല്യാണമാണെങ്കിലോ എനിക്ക് വരുന്ന ഫങ്ഷൻ എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അരുണിൻ്റെ നാട്ടിലേക്ക് അതേ കോള് പോണാ, അരുണിനെ എവിടുന്നാ പെണ്ണ് എന്ന് ചോദിച്ച്. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ ആരുടെ കല്യാണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കല്യാണം മുടക്കൂലേ? മൻസൂർക്ക് അസുഖമായിട്ടിരിക്കുന്നത് ഞാൻ ലൈവ് കട്ടാക്കാൻ നേരത്താണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് കുറേ ആയല്ലോ. അപ്പം ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്ത് പോകാൻ നിൽക്കുക. അരുണ് ബസ് പോയിക്കും മൻസൂർക്ക്. അരുൺ വന്നിട്ട് ഞാൻ എന്തായാലും ലൈവ് ഇടാം കേട്ടോ. ഏതായാലും എൻ്റെ സമയം അവസാനിച്ചു. ഞാൻ അരുണ് വന്നിട്ട് ഒരു ലൈവ് ഇടുന്നുണ്ട്. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി, തെറി വിളിക്കാതിരുന്നതിലും നന്ദി.
കൃഷ്ണേട്ടന് കുറേ ആയില്ല ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഫോൺ ഫോർമാറ്റ് ആയിപ്പോയിരുന്നു മറ്റേ കൊണ്ട് അപ്ഡേഷൻ ചെയ്തപ്പോൾ പിന്നെ കണ്ടില്ല. കൃഷ്ണേട്ടാ അത് കാണുന്നുണ്ട്, എൻ്റെ കയ്യിൽ നമ്പർ മിസ്സായിപ്പോയി, ഒന്ന് മെസ്സേജ് അയച്ചിടൂ കേട്ടോ. അപ്പം എല്ലാവരോടും ബൈ പറയുന്നുണ്ട്. മൻസൂർക്ക, ലത ചേച്ചി എല്ലാവരോടും തെറി വിളിക്കാതിരുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.